ഒരു എവിക്ഷൻ കൂടി പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തേത്. ഇന്നലെ പ്രമോ വന്നപ്പം സോഷ്യൽ മീഡിയ ചർച്ച മുഴുവനായിട്ടും ഋഷിയോ നോറയോ ആരാകും പുറത്ത് ആരാകും അകത്ത് എന്നതായിരുന്നു. പക്ഷേ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ബിഗ് ബോസിന്റെ പുതിയ നാടകം എന്നായി ചർച്ചകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കാറായിട്ടും 9ഓളം മത്സരാർത്ഥികളിൽ ഇപ്പോഴും ഷോയിൽ തുടരുന്നുണ്ട്. സാധാരണഗതിയിൽ 5 അല്ലെങ്കിൽ 6 പേരൊക്കെയാണ് ഈ ഒരു ഫൈനൽ വീക്കിലേക്കൊക്കെ വരുമ്പോൾ ഷോയിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇനി ആരൊക്കെ എപ്പോഴൊക്കെ പുറത്താകും എന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്താണ് പുതിയ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ മാറ്റിപ്പിടിക്കലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നോറയെ പോലെ ഒരാളെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതിന്റെ പിന്നിലെ ബിഗ് ബോസിന്റെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ ഭൂരിഭാഗം പ്രേക്ഷകർക്കും പറ്റിയിട്ടില്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരു തിരിച്ചടിയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കായിരുന്നു എന്നതാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക്. ഇപ്പോൾ അവിടെ ഉള്ളതിൽ ആ ഒരു രീതിയിൽ സീക്രട്ട് റൂമിലേക്ക് പോയിരുന്ന് ഗെയിമിനെ മനസ്സിലാക്കി പുറത്തു കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് സായി മാത്രമായിരിക്കും. കാരണം സിജോ ഇപ്പോൾ പോയിരുന്നാലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് സിജോയ്ക്ക് സാധിക്കില്ല. പിന്നെ അതർവൈസ് നോക്കുമ്പോൾ സായിയാണ് പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വൈകിയ ഒരു വേളയിൽ ഇത്തരം ഒരു പരീക്ഷണത്തിന് ബിഗ് ബോസ് നിൽക്കുമോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ നോറ ഈ ഘട്ടത്തിൽ പുറത്താകില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സീക്രട്ട് റൂമിൽ നിന്ന് ഇനി അകത്തേക്കാണോ പുറത്തേക്കാണോ അതോ നോറ അവിടെ എന്തിനാണ് സീക്രട്ട് റൂമിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്നിനെ പറ്റിയിട്ടും ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനോ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ ഒരു അനൗൺസ്മെന്റും തന്നിട്ടില്ല. സീക്രട്ട് റൂമിലാണെന്നത് മാത്രമേ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. അപ്പം നോറയും ഋഷിയെയും താരതമ്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് നോറയും പക്ഷെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഋഷിയുമാണ് ഔട്ട് ആകേണ്ടത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 റിവ്യൂ എപ്പിസോഡ് 85 സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ബിഗ് ബോസിന്റെ പ്രമോയിൽ എവിക്ഷനിൽ ഋഷി അല്ലെങ്കിൽ നോറ എന്ന മട്ടിലാണ് നിന്നത്. നോറയാണ് പുറത്തായതെന്ന രീതിയിൽ ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നോറ പുറത്തായില്ല, സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതാണെന്നും ചിലർ നേരത്തെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അറിയുന്നതും അല്ലെങ്കിൽ ഇത്ര സ്പ്രെഡ് ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടിട്ടുള്ള പല ചർച്ചകളും ഈ വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത്തരം ഒരുപാട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന നോറ ഒരു 2 മണിക്കൂർ സീക്രട്ട് റൂമിൽ ഇരിക്കുന്നു, അതിനുശേഷം വീട്ടിൽ പോകുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെ പുറത്തു വന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സീസണിലെ ആദ്യത്തെ രഹസ്യമുറിയായിരുന്നു നോറയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഭാഗ്യം നോറയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ സീസണിൽ അതിനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല. അതിനുള്ള അത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ട് എന്ന് തോന്നാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു സീക്രട്ട് റൂം എന്ന് പറയുന്ന ഒരു ചാൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സിജോയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3 വീക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സിജോയെ പുറത്തേക്ക് വിടാനായിട്ട് ഒരു താല്പര്യം പൊതുവെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ സീക്രട്ട് റൂമിൽ ആ 3 വീക്കും അവിടെ നിർത്തിയിട്ട് അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അപ്പോഴും സിജോയുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന പോലെ വലിയൊരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഒരു ചാൻസ് യൂസ് ചെയ്ത് വന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ ചാൻസ് നോറ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ഡൗട്ട്. നോറ ഗെയിം കളിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അപ്പം ആ ഒരു രീതിയിലാണെങ്കിൽ പോലും പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് ബിഗ് ബോസിന്റെ വരെ കിളി പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. എങ്കിലും സൗണ്ടും കരച്ചിലൊക്കെ കൊണ്ട് ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിട്ടുള്ളത് നോറ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മറ്റു പല ബോണ്ടുകളോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ കൂടെയുള്ളവർക്ക് പറ്റുന്ന തെറ്റുകൾ പോലും ന്യായീകരിച്ച് പലരും നിന്നപ്പോൾ തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ ആരുടേതാണെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് നോറ മാത്രമാണെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ഒറ്റപ്പെടൽ സ്ട്രാറ്റജികൾ കളിച്ച് നിൽക്കാൻ നോക്കി വിഷമങ്ങളും സങ്കടങ്ങളും കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറഞ്ഞ് ബിഗ് ബോസിനെ വരെ കൺഫ്യൂഷനാക്കിയ നോറ ഗെയിം കളിക്കാൻ ബിഗ് ബോസിനെ വരെ കരുവാക്കുകയായിരുന്നോ എന്ന് തോന്നിയവരും കുറവല്ല. അപ്പം അത്തരം ക്ലിപ്പിംഗ്സ് ഒക്കെ വളരെയധികം വൈറലാണ്. ബിഗ് ബോസും നോറയും തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ നല്ല രസമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ ഒരു കൺഫെഷൻ റൂമിനെ അത്രയും അധികം ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയത് നോറ തന്നെയായിരിക്കും.
പിന്നെ എത്രയൊക്കെ വഴക്കുണ്ടായാലും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ പോലും ആരോടും ഒരു മോശമായിട്ടുള്ള വാക്കുകളോ പദപ്രയോഗങ്ങളോ അസഭ്യ വാക്കുകളോ അങ്ങനെ ഒന്നും തന്നെ നോറ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഏത് ടാസ്കും തൻ്റെതായ കഴിവിനനുസരിച്ച് സ്വന്തമായ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതൊക്കെ നോറയുടെ ഒരു ഗെയിം തന്നെയായിരുന്നു. ടാസ്ക് ആണെന്ന് പറഞ്ഞ് സീരിയസ് ആയതിലൂടെ പലപ്പോഴും ചില ടാസ്കുകളൊക്കെ കുളമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രേവതിയുടെ ക്യാരക്ടറൊക്കെ ചെയ്യാനായിട്ട് കിട്ടിയ സമയത്ത്, കിലുക്കം സിനിമയിലെ രേവതിയുടെ ക്യാരക്ടറൊക്കെ ചെയ്യാനായിട്ട് കിട്ടിയ സമയത്ത് അതിനെയൊക്കെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എടുത്ത് ഒരു മാറ്റപ്പെട്ട് സീരിയസ് ആയ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ജിൻഡോയും നോറയൊക്കെ ആയിട്ട് ഹോട്ട്സ്റ്റാറിന്റെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്ന സമയത്ത് കയ്യിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ ഒരു സമയത്ത് അവിടെ കുറച്ച് സമയം നടക്കണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആകണം എന്ന് പറഞ്ഞ സമയത്ത് അതിനെയൊക്കെ ഭയങ്കരമായിട്ടൊരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ടാസ്ക് ഒക്കെ കുളമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതൊക്കെ മനഃപൂർവ്വമായിരുന്നു നോറ ചെയ്തിരുന്നത് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ ജിൻഡോയൊന്നും നോറയ്ക്കൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നോറ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ദേഷ്യങ്ങളായിരിക്കാം നോറ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം ഋഷി അനാലിസിസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ടാസ്കുകളിൽ മാത്രം നല്ല എഫേർട്ട് ഇട്ട് കളിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ സ്വന്തം ഗെയിമിനെ ബാധിക്കാത്തിടത്തോളം ഒന്നിലും ഇടപെടില്ല എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഋഷി. 11 ആഴ്ചകളിൽ പലരുടെയും നിഴലായി തന്നെ നിന്നുപോയ ആളാണ്. സ്വന്തമായ നിലപാടുകൾ പോലും പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു അവസാന വീക്കിൽ മാത്രമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഋഷിയെക്കാളും നോറ തന്നെയാണ് അവിടെ നിൽക്കാൻ അർഹതയുള്ള ആളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഫിസിക്കൽ ഗെയിംസ് മാത്രമല്ലല്ലോ ബിഗ് ബോസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം നോറയും ഋഷിയും കമ്പയർ ചെയ്യുമ്പം ഋഷി ഈ ഒരു സ്റ്റേജിൽ ഋഷി പുറത്തു പോകേണ്ട ആളും നോറ കുറച്ച് ഈ ഒരു വീക്ക് കംപ്ലീറ്റഡ് ആവില്ലായിരിക്കും. ഇപ്പം ഈ ഒരു വീക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ഒരു 2-3 ദിവസത്തിൽ ഇതിനകം സർപ്രൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇത് വരും. പിന്നെ അതുപോലെ പണപ്പെട്ടി ടാസ്കുകളൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസസ് നോറയ്ക്ക് അതിനുള്ള ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു നോറ എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി എപ്പിസോഡിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. പ്രൊമോകളിലൊക്കെ കാണിച്ച പോലെ തന്നെ കുറേ അധികം ഗെയിംസ് ഉണ്ടായിരുന്നു. ഒരു 4-5 ഗെയിംസ് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ടങ് ട്വിസ്റ്ററായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിംസ് ആയിട്ടും പിന്നെ പുറത്ത് എഴുതിയിട്ട് അത് ബോർഡിൽ എഴുതി നമ്മൾ ചില വാക്കുകൾ അങ്ങനെ എഴുതി കാണിക്കുന്നത് പോലെയുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ചൊരു എൻ്റർടൈൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ്റെയും സിജോയുടെ ഒരു ബിഗ് ബോസ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ന്യൂസിന് ടിക്കറ്റ് ടു ഫിനാലയുടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത സമയം മുതൽ ഈ ഒരു 9ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ആ ഒരു ബിഗ് ബോസ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം എങ്കിൽ പോലും പക്ഷെ നല്ല രസമായിരുന്നു, കൊള്ളായിരുന്നു. ഒരുപാട് പ്രേക്ഷകർക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ എൻ്റർടൈൻഡ് ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഗെയിംസിൻ്റെ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ സംസാരിച്ച് വരുമ്പം, അതായത് ടിക്കറ്റ് ടു ഫിനാലയുടെ ആ ഒരു 9 ഗെയിംസിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും ഒരു വാല്യുവേഷനൊക്കെ നടത്തി വരുമ്പം എങ്ങനെയൊക്കെ വന്നാലും അബി, സായി, സിജോ ഇവർ 3 പേരും ഒത്തു കളിച്ചു എന്നുള്ള രീതിയിൽ എല്ലാ ഗെയിമും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ലാലേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ടിക്കറ്റ് ടു ഫിനാലയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് റദ്ദാക്കണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഗെയിമുകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പോലും ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടിട്ട് മറ്റു പലരോട് ഫേവറിസം കാണിച്ചുകൊണ്ടിട്ട് കളിച്ച് കയറി വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പലർക്കും. മുഖമുദ്ര എന്ന് പറയുന്ന ആ ഒരു ടാസ്കിൽ ജിൻഡോ എന്തുകൊണ്ടിട്ടാണ് അഭിഷേകിനെ അങ്ങോട്ട് കയറി അവിടെ ഒരു അറ്റാക്ക് പോലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജിൻഡോ അഭിഷേകിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഡിഫെൻഡിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ജിൻഡോ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അഭിഷേക് ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെയുള്ളവരിൽ മറ്റാരെ പൊട്ടിക്കുന്നതിനേക്കാളും മുമ്പ് അഭിഷേകിനെ പൊട്ടിച്ച് വിട്ടില്ല എങ്കിൽ വീണ്ടും ആ ഒരു ഇത് അവർക്കൊരു പോയിന്റ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിട്ട് ഇവർക്ക് വീണ്ടും അതൊരു ബാഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ അഭിഷേക് കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുമ്പം അത് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് പാടാണ് എന്നുള്ള തരത്തിലേക്കുള്ള ജിൻഡോയുടെ ഒരു അനാലിസിസ് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ ജിൻഡോ ശ്രദ്ധിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും കഴിഞ്ഞ ടാസ്കുകളിലൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നില്ല. പൊതുവെ പുറമേക്ക് അത്ര രീതിയിൽ
പരോക്ഷമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം പൊങ്ങച്ചക്കാരനായ ഭർത്താവും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഭാര്യ എന്ന് പറയുന്ന ഒരു ടാസ്ക് അവർ അർജുനും ജാസ്മിനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ വളരെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, പ്ലസ്സിലുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ടാസ്ക് ആയിരുന്നു, നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോയൊരു ഇതായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തതാണെങ്കിൽ പോലും ആ ഒരു ഉറക്കച്ചടവിൽ പോലും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റിയിട്ട് അപ്രിസിയേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജിൻഡോയുടെ കണ്ണടയെ പറ്റിയിട്ട് അവിടെ ഒരു ടോക്ക് വന്നു. ജിൻഡോ പല സമയത്ത് ഈ കണ്ണട കൊടുത്തിട്ടും അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അപ്പോൾ ജിൻഡോയ്ക്ക് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, കണ്ണട വേണം നിർബന്ധമൊന്നും ഇല്ലാലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മൊത്തത്തിൽ ബിഗ് ബോസ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു മത്സരാർത്ഥിക്ക് കപ്പ് കൊടുത്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ജിൻഡോയ്ക്ക് പല മരുന്നുകൾ കൊടുത്ത് മയക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കണ്ണട കൊടുക്കാതിരുന്ന് കണ്ണിൻ്റെ കാഴ്ചയെ മോശം രീതിയിലേക്ക് എഫക്റ്റ് ചെയ്തുകൊണ്ട് ജിൻഡോയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പല ചർച്ചകളും പല സംസാരങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി എന്നുള്ള രീതിയിലായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കുറേ ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും ശ്രീതു നല്ല രീതിക്ക് അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന് പറഞ്ഞ ടാസ്കിലും ശ്രീതു ആ ഒരു ടങ് ട്വിസ്റ്റർ ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു ശ്രീതുവിന് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ വന്ന സമയം മുതൽ ജിൻഡോ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, 25 കോഴികളെ ഒറ്റ സംഖ്യയിൽ 6 കൂട്ടുകളിലായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ജിൻഡോയുടെ ആ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി അവസാനം ലാലേട്ടൻ തന്നെ പറയേണ്ട വന്നു. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. 5 കോഴികളെ വെച്ച് 5 കൂട്ടിലാക്കിയിട്ട് അവസാനം അതെല്ലാം കൂടി ഒരു വലിയ കൂടാക്കി അതിലിടും എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ജിൻഡോ അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ജിൻഡോ അതിന് പ്രതീക്ഷിച്ച ആൻസർ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നോറയെ എല്ലാവരും കൂടിയിട്ട് ലക്ഷ്യം വെക്കുകയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ എയിം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് സായിയും അഭിഷേകൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുന്ന സമയത്ത് അവർക്കത് പറയാം, അതെ ഞങ്ങൾ നോറയെ എയിം ചെയ്യുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് നോറയുടെ ഒരു കോൺഫിഡൻസ് എങ്കിലും അവിടെ കുറയ്ക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഒരു ഓക്വേർഡായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം നോറ അതവിടെ പറയുമ്പോഴും ലാലേട്ടനെ ചോദിക്കുമ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വെച്ചിട്ട് നോറ ജയിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് നോറയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർക്കത് അവിടെ ഒരു ഗെയിമിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കിയത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് എവിക്ഷൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എവിക്ഷനിൽ അപ്പം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളവർക്ക് ആർക്കും അറിയില്ല നോറ എവിടെയാണെന്നുള്ളത്. നോറ എവിക്റ്റഡ് ആയി പോയി എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പലരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും പല യാത്ര പറച്ചിലുകളിലും ചിലരൊക്കെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അയ്യോ വേണ്ടായിരുന്നു, കുറച്ച് ദിവസം കൂടെ നിൽക്കാമായിരുന്നു എന്ന് തോന്നുന്ന പല കണ്ടസ്റ്റന്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ നോറയാണ് എവിക്റ്റായി പോയതെന്ന് തോന്നുമ്പോൾ അവിടെ ഒരു ദയനീയത പലർക്കും തോന്നിയിട്ടുണ്ടാകാം. സ്ഥിരമായിട്ട് ഈ ഒരു ഗെയിമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നോറ പോകുന്ന സമയത്ത് ഒരു ദയനീയത നോറയുടെ മുഖത്തും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുഖത്തും വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അവിടെ ഋഷി ജയിച്ചതിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. പക്ഷെ നോറ പോവുകയാണ് എന്നുള്ളതിൽ ഒരാൾക്ക് പോലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സങ്കടം അവിടെ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പലരും പോകുമ്പോഴുള്ള ഒരു നല്ലൊരു ഹഗ് പോലും നോറയ്ക്ക് അവിടെ കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പം നോറയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്. നോറയുടെ സങ്കടം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. പൊതുവേ നോറ വന്നപ്പോൾ മുതൽ ആരോടും ഒരു പ്രത്യേകമായ ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളതും പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്ന അൻസിബൊക്കെ ആയിട്ടായിരുന്നു. അതും ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും അതും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നോറ പോകുന്ന ഒരു സമയത്ത് ആർക്കും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ല എന്നുള്ളത് തന്നെ ഒരു പ്രത്യേക തരം ദയനീയതയായിരുന്നു. അപ്പോൾ ഇനി ബിഗ് ബോസിൽ ഇപ്പം സീക്രട്ട് റൂമിലിരിക്കുന്ന നോറയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ന് നോറ തിരിച്ചു കയറുകയാണോ അതോ അവിടെ വേറെ എന്തെങ്കിലും മാറ്റിപ്പിടിക്കലുകളായിരിക്കും ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു രീതിയിൽ അവസാനിക്കുകയായിരുന്നു.